ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ലേസർ ചികിത്സയെ പറ്റി സംസാരിക്കാം. കണ്ണുകൾക്ക് ലേസർ ചികിത്സ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ഡെഫിനറ്റ്ലി കേട്ട് കാണും. നമ്മളുടെ കോർണിയ അഥവാ കൃഷ്ണമണി തൊട്ട് റെറ്റിന വരെയുള്ള പല ഭാഗങ്ങളിലും ലേസർ ചികിത്സ ഉപയോഗിക്കാറുണ്ട്. ഇന്ന് നമുക്ക് ലേസർ ചികിത്സയുടെ പല വശങ്ങളെപ്പറ്റി സംസാരിക്കാം. ഞാൻ ഡോക്ടർ ഗോപാൽ എസ് പിള്ളൈ, അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലെ നേത്രവിഭാഗം മേധാവിയാണ്. ലേസർ എന്നാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റ് ബീംസിനെ ഏകോപിപ്പിച്ച് അതിനെ ഒരു ആംപ്ലിഫൈ ചെയ്ത് വളരെ പവർഫുള്ളായ ഒരു ടൂളാക്കുന്നതാണ് ലേസർ. അത് പല രീതിയിലുള്ള ലേസറുണ്ട്. ഫോട്ടോകൊയാഗുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ലേസർ പതിക്കുന്ന സ്ഥലത്തെ താപനില കുറച്ച് കൂടും. ടെമ്പറേച്ചർ ഒരു 40 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് കൂടുമ്പോൾ ആ ഭാഗത്തെ പ്രോട്ടീൻസ് കുറച്ച് ഡീനേച്ചേർഡ് ആവും. അത് കാരണമുള്ള ഇൻഫ്ലമേഷൻ കാരണം ഒട്ടിപ്പിടിക്കൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഫോട്ടോകൊയാഗുലേറ്റീവ് ലേസർ വഴി നടക്കുന്നത്. അടുത്തത് ഫോട്ടോ ഡിസ്റപ്റ്റീവ് എന്ന് പറയുന്ന ഒരു ലേസറാണ്. അതായത് ഒരു തോക്കിൽ നമ്മൾ വെടിവെക്കുന്നത് പോലെ ആ ലേസർ വന്ന് പതിക്കുന്ന ഭാഗത്ത് അത് പൊട്ടിത്തെറിക്കും. അതാണ് ഫോട്ടോ ഡിസ്റപ്ഷൻ. നമ്മൾക്ക് അത് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഉള്ളതാണ് ഫോട്ടോ അബിലേറ്റീവ്. ഫോട്ടോ അബിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു വളരെ ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് കൊണ്ട് മുറിക്കുന്നത് പോലെ, സ്ലൈസ് ആക്കുന്നത് പോലെ നമുക്ക് ടിഷ്യൂസിനെ സ്ലൈസ് ആക്കാൻ പറ്റും. അതാണ് ഫോട്ടോ അബിലേറ്റീവ്. പിന്നെ ഫോട്ടോ കെമിക്കൽ അല്ലെങ്കിൽ ഫോട്ടോ ഡൈനാമിക് എന്ന് പറയുന്ന ലേസർ ഉണ്ട്. ആ ലേസർ വന്ന് പതിച്ചാൽ അതിൽ കുറേ കെമിക്കൽ റിയാക്ഷൻസ് വരുന്ന ടൈപ്പ് ലേസർ. ഇങ്ങനെയുള്ള ഈ 4 ടൈപ്പ് ലേസറുകളും നമ്മളുടെ കണ്ണിൽ ഉപയോഗിക്കുന്നതാണ്. ഏറ്റവും ആദ്യമായി ലേസർ നമ്മൾക്ക് ഉപയോഗിച്ചു തുടങ്ങിയത് കണ്ണിൻ്റെ റെറ്റിനയിലാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി പോലെയുള്ള മെഡിക്കൽ റെറ്റിനൽ അസുഖങ്ങളിൽ നമുക്ക് ലേസർ ചികിത്സ കൊണ്ട് നമുക്ക് ബ്ലീഡിംഗ് തടയാൻ സാധിക്കും, അല്ലെങ്കിൽ നീര് വറ്റിക്കാൻ സാധിക്കും എന്നാണ് 1970 മുതലുള്ള പഠനങ്ങളിൽ തെളിഞ്ഞത്. അന്ന് നമുക്ക് റെറ്റിനയുടെ ലേസർ മാത്രമേ ചികിത്സയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 2000 ആണ്ടിന് ശേഷമാണ് ഇഞ്ചക്ഷനുകൾ കൂടി നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നു തുടങ്ങിയത്. എങ്കിലും ഇപ്പോഴും ഫോട്ടോകൊയാഗുലേറ്റീവ് ലേസർ എന്ന ലേസർ റെറ്റിനയിൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. നമുക്കറിയാം, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന അസുഖത്തിൽ ഒരുപാട് ബ്ലീഡിംഗ് പോയിന്റുകൾ വരികയും അത് പൊട്ടി ബ്ലീഡ് ചെയ്ത് കാഴ്ച പോവുകയും ചെയ്യുന്ന ഒരു അസുഖമാണ്. ഈ ബ്ലീഡിംഗ് പോയിന്റുകളെ കരിച്ചു കളയുവാനായി ഈ ഫോട്ടോകൊയാഗുലേറ്റീവ് ലേസർ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ ലേസർ ചെയ്യുമ്പോൾ ഒരു സിറ്റിങ്ങിൽ പലപ്പോഴും നമുക്ക് ഒരു 400-500 ഷോട്ട് നമുക്ക് റെറ്റിനയിൽ ആ ലേസർ കൊടുക്കുകയും ആ ലേസർ ചെയ്ത അത്രയും ഭാഗം പതുക്കെ അതിൻ്റെ പ്രവർത്തനം പോവുകയും ചെയ്യും. ആ പ്രവർത്തനം പോകുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ, റെറ്റിനയിലേക്കുള്ള ഓവറോൾ രക്തോട്ടം കുറയുമ്പോൾ നമ്മളുടെ സെൻട്രൽ ഏരിയയിലേക്ക് കൂടുതൽ രക്തോട്ടം കൂട്ടുവാനായി ചുറ്റുമുള്ള റെറ്റിന നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതിന് പോലെയാണ് ഈ ലേസർ കൊണ്ടുള്ള കാര്യം. അപ്പോൾ 1980 തന്നെ നമുക്ക് പഠനങ്ങളിലൂടെ തെളിയിച്ചു, റെറ്റിനയുടെ ലേസർ ഒപ്റ്റിമലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി വന്ന് ബ്ലീഡ് ചെയ്ത് കാഴ്ച പോകാനുള്ള ചാൻസ് 50% കുറയും. അപ്പോൾ ഇഞ്ചക്ഷനും ലേസറും കൂടിയാലോ പ്രോബബ്ലി നമുക്ക് വീണ്ടും ബ്ലീഡ് ചെയ്യാനുള്ള ആ ഒരു ത്വര ഒരു 80% വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും റെറ്റിനയുടെ ലേസർ
പല സിറ്റിങ്ങുകളായിട്ടാണ് ചെയ്യുക. അതായത് ഒരു സിറ്റിങ്ങിൽ ഏകദേശം 500-600 ഷോട്ട്, ഒരു 2 ആഴ്ച കഴിഞ്ഞ് അടുത്ത സിറ്റിങ്ങിൽ അടുത്ത ഒരു 500-600 ഷോട്ട്, അങ്ങനെ പല സിറ്റിങ്ങുകളായി ഒരു 1800 തൊട്ട് 2400 വരെ ഷോട്ടുകൾ റെറ്റിനയുടെ ചുറ്റും പതിപ്പിക്കുകയാണ് ഇതിലെ ഒരു മാർഗം. ജനറലി റെറ്റിനയുടെ നടുക്കുള്ള ഭാഗത്തുള്ള ലേസർ ചികിത്സ, ഫോക്കൽ ലേസർ ചികിത്സ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ ടൈപ്പ് അസുഖങ്ങൾക്ക് കണ്ണിനുള്ളിലേക്കുള്ള ഇഞ്ചക്ഷൻസ് ആണ് കൂടുതൽ കാഴ്ച ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യത. സോ റെറ്റിനൽ ലേസറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ബ്ലീഡിംഗ് തടയാനായി ഇഞ്ചക്ഷൻ പ്ലസ് ലേസർ എന്ന പരിപാടി ചെയ്യുകയാണെങ്കിൽ 80% വരെ ബ്ലീഡ് ചെയ്ത് കാഴ്ച പോകുന്നതിനുള്ള റിസ്ക് കുറയുന്നതാണ്. അടുത്തത് ഞാൻ പറഞ്ഞു ഫോട്ടോ ഡിസ്റപ്റ്റീവ് ലേസർ എന്ന് ഞാൻ പറഞ്ഞു. അത് യാഗ് ലേസർ എന്ന് പറയുന്ന ഒരു തരം ലേസറാണ്. നമുക്ക് 2 പ്രധാന സിറ്റുവേഷനുകളിലാണ് യാഗ് ലേസർ വേണ്ടി വരുന്നത്. ഒന്ന്, നല്ലൊരു തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞു, കാറ്ററാക്റ്റിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ലെൻസ് ഇട്ടു, വളരെ ക്ലിയർ ആയിട്ടുള്ള കാഴ്ച രോഗിക്ക് തിരിച്ചു കിട്ടി. മുന്നോട്ട് പോകുമ്പോൾ 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, പതുക്കെ ഈ ലെൻസിൻ്റെ പിന്നിലൊരു പാട വളർന്നു തുടങ്ങും. ഈ പാടയെ തുറക്കണമെങ്കിൽ നമുക്ക് യാഗ് ലേസർ വെച്ച് ഒരു അടി അടിക്കുകയാണെങ്കിൽ ഈ പാട പൊട്ടിപ്പോകുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു മറ മാറുകയും നല്ല ക്ലാരിറ്റി രണ്ടാമത് കിട്ടുകയും ചെയ്യും. മറ്റൊരു ആവശ്യമാണ്, ഒരു പ്രത്യേക തരം ഗ്ലോക്കോമയുണ്ട്, ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു ഗ്ലോക്കോമയാണ്. അതിൽ ചെറിയ ഐറിസ്, നമ്മളുടെ കണ്ണിനുള്ളിൽ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഷട്ടർ പോലത്തെ ഒരു സാധനമുണ്ട്, അതിനാണ് ഐറിസ് എന്ന് പറയുന്നത്. ഈ ഐറിസിൽ ചെറിയൊരു സുഷിരമിടണം. അതിനും ഈ യാഗ് ലേസറാണ് നമ്മൾ ഉപയോഗിക്കുക. ചെറിയൊരു ഓപ്പണിംഗ് ഇടാനായിട്ട് വളരെ ശക്തിയേറിയ ലേസർ ബീം കൊണ്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഓട്ട വീഴുകയാണ്. അപ്പോൾ നമ്മളുടെ യാഗ് ക്യാപ്സുലോട്ടമി നമ്മളുടെ ലെൻസിൻ്റെ പിന്നിലെ ഒരു പാട തുറക്കുവാനായി നമ്മൾ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ യാഗ് പെരിഫറൽ ഐറിഡോട്ടമി, ഗ്ലോക്കോമ, കണ്ണിൻ്റെ പ്രഷർ കൂടുന്ന കേസുകളിൽ ചിലപ്പോൾ നമുക്ക് പ്രഷർ കുറയ്ക്കുവാനായി അത് ഉപയോഗിക്കാം. അടുത്തത് ഞാൻ പറഞ്ഞത് ഫോട്ടോ അബ്ലേറ്റീവ് ലേസർ എന്ന ടൈപ്പ് ലേസറാണ്. വളരെ നൈസായിട്ടുള്ളൊരു സ്ലൈസ് ഓഫ് കോർണിയ ഉണ്ടാക്കുവാനായി അത് ഉപകാരപ്പെടും. പലപ്പോഴും ലേസർ കൊണ്ടുള്ള നമ്മളുടെ മൈനസ് പവർ, അതായത് നമ്മളുടെ മയോപ്പിയ അല്ലെങ്കിൽ ഹിസ്റ്റൽ ദൃഷ്ടി ട്രീറ്റ് ചെയ്യാനായി ലേസർ ഉപയോഗിക്കാറുണ്ട്. ആ ലേസറിൻ്റെ പേരാണ് ലാസിക് ലേസർ എന്നുള്ളത്. ഈ ലാസിക് ലേസർ ഫോട്ടോ അബ്ലേറ്റീവ് ലേസറാണ്. അത് നമ്മളുടെ കൃഷ്ണമണിയുടെ ആ കർവേച്ചർ അതിനെ നമുക്ക് മോഡിഫൈ ചെയ്ത് ആ പവർ മാറ്റുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ലാസിക് ലേസർ ഒരു ഫോട്ടോ അബ്ലേറ്റീവ് ലേസറാണ്. അതിൻ്റെ തന്നെ പല വകഭേദങ്ങളുണ്ട്. അതിന് എക്സൈമർ ലേസർ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഒരാൾക്ക് കട്ടി കണ്ണാടിയുണ്ട്, -8 അദ്ദേഹത്തിൻ്റെ പവർ. ആ -8 മാറ്റി നമുക്ക് പവർ ഇല്ലാതാക്കണമെങ്കിൽ പലപ്പോഴും ഈ ലേസർ ചികിത്സയാണ് നമ്മൾ ഉപയോഗിക്കുക. ഷോർട്ട് സൈറ്റിൻ്റെ ചികിത്സ അത് ഫോട്ടോ അബ്ലേറ്റീവ് അഥവാ എക്സൈമർ ലേസർ ആണ്. അടുത്തതാണ് ഫോട്ടോ ഡൈനമിക് ലേസർ എന്ന് പറയുന്നത്. വളരെ കാലം കണ്ണിൻ്റെ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ അല്ലെങ്കിൽ പോളിപ്പിന് വേണ്ടി നമ്മൾ ഈ ഫോട്ടോ ഡൈനമിക് ലേസർ ഉപയോഗിച്ചിരുന്നു. ഒരു പ്രത്യേക മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ആ മരുന്ന് കണ്ണിൽ ആക്ഷൻ വന്നതിന് ശേഷം ഒരു 83 സെക്കൻഡ് ആ ലേസർ ഉപയോഗിച്ച് കണ്ണിനെ ട്രീറ്റ് ചെയ്യുകയും അപ്പോൾ കുറേ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി പ്രശ്നം ഉള്ള ഭാഗങ്ങൾ മാത്രം സെലക്റ്റീവായിട്ട് ഡാമേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഫോട്ടോ ഡൈനമിക് തെറാപ്പി. അതിനുള്ള മരുന്ന് വെർട്ടിപ്പോർഫിൻ ഈയിടെയായി ഇന്ത്യയിൽ അവൈലബിൾ അല്ല. മരുന്ന് കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഫോട്ടോ ഡൈനമിക് തെറാപ്പി തൽക്കാലം ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ലേസറിൻ്റെ പല വകഭേദങ്ങളെപ്പറ്റി ഞാൻ ഇന്ന് പറഞ്ഞു. ആദ്യം ഫോട്ടോ കോയാഗുലേറ്റീവ് ലേസർ, റെറ്റിനയുടെ ലേസർ, ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 2 ഫോട്ടോ ഡിസ്റപ്റ്റീവ് ലേസർ, നമുക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുവാൻ നമ്മളുടെ ലെൻസിന് പിന്നിലെ പാടയോ അല്ലെങ്കിൽ ഗ്ലോക്കോമയിൽ ഐറിസിൽ ഒരു സുഷിരം ഉണ്ടാക്കുവാനോ അത് ഉപകാരപ്പെടും.
ഫോട്ടോ അബ്ലേറ്റീവ് ലേസർ വളരെ ടിപ്പിക്കലായി ഷോർട്ട് സൈറ്റ് ഉള്ളവർക്ക് കണ്ണാടി മാറ്റുവാനായിട്ട് ഉപയോഗിക്കുന്ന ലാസിക് ലേസറാണ് അതിലൊന്ന്. ഫോട്ടോ ഡൈനമിക് ലേസർ അത് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെയാണ് പല വിധത്തിലുള്ള ലേസർ ചികിത്സ. ഈ ലേസർ ചികിത്സയ്ക്ക് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടോ? നമ്മൾ വളരെ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്താണ് ലേസർ വരുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് വലിയ സൈഡ് ഇഫക്റ്റുകളൊന്നുമില്ല. പക്ഷേ നമ്മൾ ലേസർ ചെയ്യുന്ന സമയത്ത് ലേസറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നടുക്കുള്ള ഭാഗത്ത് തന്നെ ലേസർ ബീം കൊള്ളുകയും അങ്ങനെ നമ്മളുടെ സെൻട്രൽ ഏരിയയ്ക്ക് ഡാമേജ് സംഭവിക്കുകയും ചെയ്യാം. അത് വരാതിരിക്കുവാനായി പല സേഫ്റ്റി പ്രിക്കോഷൻസ് ഡോക്ടർമാരുടെ സൈഡിൽ നിന്നും മെഷീനിൻ്റെ സൈഡിൽ നിന്നും വളരെ വ്യക്തമായിട്ട് ഉണ്ട്. അപ്പോൾ ലേസർ ചികിത്സ റിലേറ്റീവ്ലി അത് ചെയ്യേണ്ട ഇൻഡിക്കേഷനിൽ ചെയ്യേണ്ട തരത്തിൽ ചെയ്യുകയാണെങ്കിൽ കാര്യമായ സൈഡ് ഇഫക്റ്റുകളൊന്നുമില്ലാതെ തന്നെ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്.